എല്ലാവർക്കും നമസ്കാരം. ആയുർവേദത്തിലെ ഏറ്റവും മികച്ചൊരു ഔഷധമാണ് ദശമൂലാരിഷ്ടം. വീക്കം കുറയ്ക്കാനും വേദന അകറ്റാനും ശരീരത്തിന് അസാധാരണമായ കരുത്ത് നൽകാനും ദശമൂലാരിഷ്ടത്തിന് കഴിവുണ്ട്. കേവലം ഒരു മരുന്ന് എന്നതിലുപരി ശരീരത്തിന്റെ ഏതാണ്ട് എല്ലാ പ്രവർത്തനങ്ങളെയും പുനരുജ്ജീവിപ്പിക്കാൻ ശേഷിയുള്ള ഒരു മികച്ച ഹെൽത്ത് ടോണിക്കാണിത്. പ്രസവാനന്തരം അമ്മമാർക്ക് കരുത്ത് വീണ്ടെടുക്കാനും ഗർഭാശയ ശുദ്ധിക്കും ദശമൂലാരിഷ്ടം ഉപയോഗിക്കാം. എന്നാൽ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരുപോലെ ഗുണകരമാണ്. വിട്ടുമാറാത്ത ചുമ, വാതജന്യമായ വേദനകൾ, അമിതമായ ക്ഷീണം, വിളർച്ച എന്നിവയ്ക്ക് ഇതൊരു ഉത്തമ പ്രതിവിധിയാണ്. 60-ലധികം ഔഷധ സസ്യങ്ങൾ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ദശമൂലാരിഷ്ടത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളും ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നും നോക്കാം. പ്രസവത്തിന് ശേഷം അമ്മമാർക്കുണ്ടാകുന്ന ശാരീരിക തളർച്ച മാറ്റാനും മുലപ്പാൽ വർദ്ധിപ്പിക്കാനും ദശമൂലാരിഷ്ടം അത്യുത്തമമാണ്. ഇത് പ്രസവാനന്തരം ഉണ്ടാകാൻ സാധ്യതയുള്ള അണുബാധകളെ തടയുന്നു. വിട്ടുമാറാത്ത ചുമ, ആസ്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ദശമൂലാരിഷ്ടം ആശ്വാസം നൽകുന്നു. ശ്വസനനാളിയിലെ തടസ്സങ്ങൾ നീക്കാനും ശ്വസനം സുഗമമാക്കാനും ഇതിലെ ഔഷധങ്ങൾ സഹായിക്കും. സന്ധിവേദന, നടുവേദന, പേശിവേദന എന്നിവ കുറയ്ക്കാൻ ഇതിന് പ്രത്യേകമായ കഴിവുണ്ട്. ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കാനും ദശമൂലാരിഷ്ടം സഹായിക്കും. വിശപ്പില്ലായ്മ, അജീർണം, ഗ്യാസ് മൂലമുള്ള പ്രശ്നങ്ങൾ എന്നിവ പരിഹരിച്ച് ദഹന പ്രക്രിയ സുഗമമാക്കുന്നു. മലബന്ധം ഒഴിവാക്കാനും ഇത് ഗുണകരമാണ്. അമിതമായ ജോലിഭാരം മൂലമുണ്ടാകുന്ന ക്ഷീണം മാറാനും നാഡീവ്യൂഹത്തിന് കരുത്ത് പകരാനും ഇത് സഹായിക്കും. വിളർച്ചയുള്ളവർക്ക് രക്തം വർദ്ധിപ്പിക്കാനും ഇത് നല്ലതാണ്. ശരീരവേദനയുള്ളപ്പോൾ ദശമൂലാരിഷ്ടം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇളം ചൂടുള്ള വെള്ളം മുക്കിയ തോർത്തുകൊണ്ട് വേദനയുള്ള ഭാഗത്ത് ഒപ്പുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും വേദന കുറയ്ക്കാനും സഹായിക്കും. അടിക്കടി പനി വരുന്നവർ ദശമൂലാരിഷ്ടത്തോടൊപ്പം അല്പം തുളസിയില നീരുകൂടി ചേർത്ത് കഴിക്കുന്നത് പ്രതിരോധശേഷി ഇരട്ടിയാക്കാൻ സഹായിക്കും. നടുവേദന ഉള്ളപ്പോൾ ദശമൂലാരിഷ്ടം കഴിക്കുന്ന കാലയളവിൽ ഭക്ഷണത്തിൽ മുരിങ്ങയില, മുരിങ്ങക്കായ എന്നിവ ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ക്ഷീണത്തിന് ദശമൂലാരിഷ്ടം കഴിച്ച ശേഷം 2 ഈന്തപ്പഴം കൂടി കഴിക്കുന്നത് ഉന്മേഷം നൽകും. കടുത്ത ആസിഡിറ്റിയോ വയറിൽ പുണ്ണോ ഉള്ളവർ ദശമൂലാരിഷ്ടം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിലെ സുഗന്ധ വ്യഞ്ജനങ്ങളും ആൽക്കഹോളിന്റെ അംശവും വയറിൽ എരിച്ചിലുണ്ടാക്കിയേക്കാം. പ്രമേഹമുള്ളവർ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ഉപയോഗിക്കുക.